സുരേഷ് ഗോപി ഒരു വലിയ മനുഷ്യസ്നേഹിയാണെന്നതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി.ജെ.പിയുടെ പ്രധാന ക്യാമ്പയിൻ. സാധാരണക്കാരായ ജനങ്ങളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് തോൽപ്പിക്കാനാവുക എന്ന് പലകുറി ബി.ജെ.പി നേതാക്കൾ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും സുരേഷ് ഗോപി ഉത്തമനായ മനുഷ്യസ്നേഹിയാണെന്ന് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും ചിന്തിച്ചിട്ടുണ്ട് താനും. എന്നാൽ സുരേഷ് ഗോപിയുടെ മനുഷ്യസ്നേഹം സത്യമാണോ അതോ PR വർക്ക് ആയിരുന്നോ എന്ന സംശയത്തിലാണ് നിലവിൽ ഓരോ മലയാളിയും എത്തി നിൽക്കുന്നത്. വിശദമാക്കാം. നാടിന്റെ വികസന കാഴ്ചപ്പാടുകളും പൊതുജനത്തിന്റെ ദുരിതവും സുരേഷ് ഗോപി MP-യോട് നേരിട്ട് സംവദിക്കാനായി കഴിഞ്ഞ ദിവസം ചെമ്മാപ്പള്ളിയിൽ വെച്ച് കലുങ്ക് സൗഹൃദം എന്നൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ സുരേഷ് ഗോപിയോട് പരാതികൾ ബോധിപ്പിക്കാനായി ഒട്ടനവധി സാധാരണക്കാരായ മനുഷ്യർ പങ്കെടുത്തിരുന്നു. ഈ പരിപാടിക്കിടയിൽ നിവേദനം നൽകാനെത്തിയ വയോധികനോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് അടുത്തേക്ക് എത്തിയ വയോധികൻ നിവേദനം നൽകാൻ ഒരുങ്ങുമ്പോൾ സുരേഷ് ഗോപി MP-യുടെ പ്രതികരണം അതൊന്നും ഒരു MP-യുടെ ജോലിയെയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്നതായിരുന്നു. സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തിന്റെ കരുണ തേടിയെത്തിയ മനുഷ്യനായിരുന്നില്ല അത്. താൻ അനുഭവിക്കുന്ന ദുരിതം തൃശൂരിന്റെ MP-യോട് പറയാനായിരുന്നു ആ വയോധികൻ അവിടെ എത്തിയത്. ആ മനുഷ്യനോടാണ് സുരേഷ് ഗോപി ഈ നിലയിൽ പെരുമാറിയത്. ജനാധിപത്യത്തിൽ പൊതുജനത്തെ കേൾക്കുക എന്നത് കരുണയല്ല, മറിച്ച് ഉത്തരവാദിത്തമാണെന്ന് സുരേഷ് ഗോപി എന്ന തൃശൂർ MP മനസ്സിലാക്കുന്നത് നന്നാകും. വയോധികൻ പരാതിയുമായി സുരേഷ് ഗോപിയുടെ അടുത്തെത്തുമ്പോൾ വയോധികന് പിന്നിലായി സമാന രീതിയിൽ പരാതി നൽകാനായി മറ്റൊരാളും തൊട്ടടുത്തുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം കണ്ട് അദ്ദേഹം തന്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിച്ച് അവിടെ നിന്നും മാറുകയായിരുന്നു. MP-യെ കാണാനും അദ്ദേഹത്തോട് സംവദിക്കാനും പൊതുജനത്തിന് ഭയം തോന്നുന്നു എന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പരാജയമാണ്. സുരേഷ് ഗോപിക്ക് MP എന്ന നിലയിൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം മാത്രമാണ്. തന്റെ മുന്നിലേക്ക് പരാതിയുമായി എത്തുന്ന മനുഷ്യനെ കേൾക്കുക എന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം പോലും സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. രാജഭരണമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. രാജഭരണമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി ചെയ്തതിൽ ഒരു തെറ്റും ആരോപിക്കാൻ കഴിയില്ല. എന്നാൽ ജനാധിപത്യത്തിൽ സുരേഷ് ഗോപി ഈ വിധം പൗരന്മാരോട് പെരുമാറുന്നത് തെറ്റാണെന്ന് നിസ്സംശയം പറയാം. എബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ്. അവിടെ ജനങ്ങളുടെ പ്രശ്നം കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത മനുഷ്യരെ ജനപ്രതിനിധി എന്ന് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുക? കോർപ്പറേഷനിൽ BJP-യെ വിജയിപ്പിച്ചാൽ മാത്രമേ നഗരവികസനത്തിന് MP ഫണ്ടിൽ നിന്നും പണം നൽകൂവെന്ന് സുരേഷ് ഗോപി പറഞ്ഞതായി മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് പൊതുജനത്തോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? MP ഫണ്ട് എന്നാൽ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്നും പൊതുജനത്തിന് ദാനമായി നൽകുന്ന പണമോ അതുമല്ലെങ്കിൽ BJP ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായി സുരേഷ് ഗോപിയെ ഏൽപ്പിച്ച പണമോ അല്ല. MP-യുടെ ഫണ്ട് എന്നാൽ അത് പൊതുജനത്തിന്റെ തന്നെ പൈസയാണ്. BJP-യെ വിജയിപ്പിച്ചാൽ മാത്രമേ നഗരവികസനത്തിന് MP ഫണ്ടിൽ നിന്നും പണം നൽകുകയുള്ളൂ എന്നൊരു MP പറയുമ്പോൾ അത് പൊതുജനത്തെ ഭീഷണിപ്പെടുത്തുന്നതും വെല്ലുവിളിക്കുന്നതിനും തുല്യമാണ്. സുരേഷ് ഗോപി തൃശൂരിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്ന് വെറും ഒരു BJP പ്രവർത്തകൻ എന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലതവണ ഇത്തരം പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്ന, പൊതുജനത്തോട് ആജ്ഞാപിക്കുന്ന സുരേഷ് ഗോപിയെയാണ് മലയാളി കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാണുന്നത്. എയിംസ് വിഷയം നമുക്ക് പരിശോധിക്കാം. കേരള സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കാനുള്ള പൂർണ്ണ അവകാശം സുരേഷ് ഗോപിക്കുണ്ട്. എന്നാൽ തൃശൂരോ ആലപ്പുഴയോ എയിംസിനായുള്ള സ്ഥലം തന്നില്ലെങ്കിൽ സ്റ്റാലിനെ വിളിച്ച് പൊള്ളാച്ചിയിലോ കോടമ്പക്കത്തോ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുമെന്ന രീതിയിൽ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും പൊതുജനം പ്രതീക്ഷിക്കുന്നത് വെല്ലുവിളികളും ഭീഷണികളുമല്ല, കാര്യക്ഷമമായ ഇടപെടലുകളും നയതന്ത്രജ്ഞതയുമാണ്. തമിഴ്നാടിന് എയിംസ് ആവശ്യമാണെങ്കിൽ അത് അനുവദിക്കണം. അല്ലാതെ താൻ ചോദിക്കുന്ന ഇടത്ത് സ്ഥലം തന്നില്ലെങ്കിൽ തമിഴ്നാടിന് നിർദ്ദേശിക്കുമെന്നത് ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഭാഷയേ അല്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും മുൻപും പള്ളിമേടകൾ കയറിയിറങ്ങിയ സുരേഷ് ഗോപി ഈ നിമിഷം വരെയും കന്യാസ്ത്രീകൾക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേരിട്ട അനീതികളെ പറ്റി എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടാണെന്ന വിമർശനത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ സുരേഷ് ഗോപിയുടെ രീതിയും സമീപനവും രാഷ്ട്രീയവുമുണ്ട്. എല്ലാ പരാതികളും കേട്ട് അതിന് പരിഹാരം കണ്ടെത്തിയിരുന്ന ഉമ്മൻചാണ്ടി എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധിയുടെ തിരക്കോ പരിമിതികളോ ദയവായി സുരേഷ് ഗോപി ന്യായീകരണത്തിനായി പറയരുത്. താങ്കളുടെ മുന്നിലേക്ക് 1000 ദുരിതങ്ങളുമായി എത്തുന്ന മനുഷ്യർക്ക് പരിഹാരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ
അവരെ കേൾക്കുക എന്ന സാമാന്യ മര്യാദയെങ്കിലും താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. താങ്കളുടെ മുൻപിൽ പരാതിയുമായി എത്തുന്ന ഒരു വയോധികന്റെ പ്രശ്നം പോലും താങ്കൾക്ക് കേൾക്കാൻ തോന്നുന്നില്ലെങ്കിൽ താങ്കളെ പറ്റി മാധ്യമങ്ങളും താങ്കളുടെ പാർട്ടിക്കാരും വാദോരാതെ പറഞ്ഞിട്ടുള്ള മനുഷ്യത്വത്തിന്റെ കഥകളെല്ലാം കേവലം കെട്ടുകഥകൾ മാത്രമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. സുരേഷ് ഗോപി എംപിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിസ്മയകരമായ പ്രവൃത്തി ഉണ്ടാകണമെന്നൊന്നും ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന് മാത്രമേ പൊതുജനവും ആവശ്യപ്പെടുന്നുള്ളൂ. നിലവിൽ സുരേഷ് ഗോപി കേവലം BJP നേതാവോ സിനിമാ താരമോ മാത്രമല്ല. ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനുമായി നിയോഗിച്ചിട്ടുള്ള ഒരു മണ്ഡലത്തിലെ MP കൂടിയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെക്കാൾ വലിയ ഒരു സൂപ്പർ സ്റ്റാറുമില്ലെന്ന് സുരേഷ് ഗോപി മറക്കാതിരിക്കുക.